2021 കൊഴുപ്പു നീക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് മരണമടഞ്ഞ അമൃതരാജിന്റെ കുടുംബം ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. അമ്മയും സഹോദരങ്ങളുമാണ് 24-നൊപ്പം ചേരുന്നത്. ആദ്യം അമ്മയിലേക്ക്. അമ്മയെ, മകൻ മരണമടഞ്ഞ് ഇത്രയും നാളുകളായി, എന്നിട്ടും നീതി ലഭിച്ചിട്ടില്ല. ഇല്ല, നീതി ലഭിച്ചിട്ടില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് ഒന്നതിന് ലക്ഷം എന്ന് വേദനയാണെന്ന് പറഞ്ഞ് മുറി അടച്ച് കിടക്കുമായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ പറയും ഒന്നുമില്ല അമ്മ, അങ്ങ് പോയിക്കോ, എനിക്കൊന്നുമില്ല. അന്ന് മുതൽ വേദനയാണെന്ന് പറഞ്ഞിരുന്നപ്പോൾ ആശുപത്രി പോകാൻ പറഞ്ഞാലും പോകത്തില്ല. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, ആദ്യമൊക്കെ വേദന കാണുമെന്ന് പറഞ്ഞു. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് കിടന്നതായിരുന്നു. എൻ്റെ മോൻ്റെ ഗതി വേറെ ആക്കും വരരുത്. ഇനിയൊരമ്മയ്ക്ക് ഈ ഗതി വരാതിരിക്കാൻ നോക്കണം. എന്നിട്ടും ഈ ഒരു അവസ്ഥയാണ് അമ്മ ഇപ്പോൾ ഒരു പെൺകുട്ടിക്കുണ്ടായിരിക്കുന്നത്. അതിന് ഞാൻ എന്ത് പറയാനാ? ആ അമ്മയ്ക്ക് ഇതുപോലൊരു ഗതി വന്നെങ്കിൽ അവരതിന് നീതി തേടി പോകണം. നമുക്ക് ഇങ്ങനെ സംഭവിച്ചു, അതൊന്നുമില്ലെങ്കിൽ ആ കുഞ്ഞ് ജീവനോടുണ്ട്. ഇതതുപോലെ ഒരു ജീവനോടില്ലല്ലോ. എന്താ സഹോദരിക്ക് പറയാനുള്ളത്? സഹോദരൻ 18-ാം തീയതി ഞാൻ വിളിച്ചായിരുന്നു, ലോർഡ്സ് ഹോസ്പിറ്റലിലേക്ക് കിടക്കുമ്പം. അപ്പോൾ അമ്മയെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞ് പിന്നെ ചെക്കപ്പിന് പോകാമെന്നും പറഞ്ഞ് പോയി. പക്ഷേ തീരെ വയ്യ. അങ്ങനെ ഞാൻ വിളിച്ച് സന്ധ്യയായപ്പോൾ വിളിച്ചപ്പം പറഞ്ഞ് ലോഡ്സിലടി എന്ന് ഞാൻ പറഞ്ഞ് ഇയാൾ അവിടുന്ന് മാറണം. ആങ്ങളോട് പറഞ്ഞു മാറണം, വൈഫിനോടും പറഞ്ഞു മാറണം, നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, കിംസിലോട്ട് മാറാൻ പറഞ്ഞു. ഞാൻ എടുത്തു പറഞ്ഞു കിംസിലോട്ട് മാറുക. ഈ ബിബിലാഷ് പറഞ്ഞ ഹോസ്പിറ്റലിൽ പോവുകയേ വേണ്ട, എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പം ബിബിലാഷ് പറഞ്ഞ് ഗ്യാസ്ട്രോ പിറ്റേന്ന് വരും, അതായത് 19-ാം തീയതി വരും, 10 മണിയാകുമ്പം കാണിക്കാം. കിടന്ന് ഒരു മരുന്നും കൊടുത്തിട്ടില്ല, ചുമ്മാ IV ഇട്ട് കിടത്തിയതേ ഉള്ളൂ, ഒരു ചികിത്സയും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഇപ്പം തന്നെ മാറാൻ പറഞ്ഞു ഇല്ല, രാവിലെ ബിബിലാഷ് പറഞ്ഞു രാവിലെ ആവട്ടെ, ഡോക്ടർ വന്ന് കാണട്ടെ, എന്നിട്ട് മാറാം. ഞാൻ എൻ്റെ ബ്രദറിനെ അപ്പോഴേ വിളിച്ചു, അശോണനെ വിളിച്ചു പറഞ്ഞ് ഇപ്പം തന്നെ പോകണം, മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ അശോണം വിളിച്ചിട്ട് എന്തുകൂടാ നിനക്ക് പറ്റിയാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എടാ ഇയാൾ രാവിലെ ഇപ്പം വരട്ടെ എന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു എടേ കുഴപ്പമില്ല, ഗ്യാസാത്തി, വേദന ഭയങ്കരമായിട്ടുണ്ട്, ഇയാൾ രാവിലെ വന്നാൽ മതി, തുണിയൂടെ എടുത്തുകൊണ്ട് വരണേന്ന് പറഞ്ഞു. അങ്ങനെ അശോണം വന്ന് തുണിയെടുത്ത് നേരെ ലോഡ്സിൽ പോവുക. ലോഡ്സിൽ ചെന്ന് ശ്രീകാര്യത്തെത്തിയപ്പം വൈഫ് വിളിച്ച് പറഞ്ഞ് ചേട്ടാ തീരെ വയ്യാതായി, ICUലോട്ട് മാറ്റി, എത്രയും പെട്ടെന്ന് വരണമെന്ന്. അശോണ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു. ബിബിലാഷ് ഉണ്ടായിരുന്നു. ഈ കൊഴുപ്പു നീക്കൽ ശസ്ത്രക്രിയയിലുണ്ടായ പിഴവാകുമോ അതോ തുടർന്ന് മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിലുണ്ടായ വീഴ്ചയാകുമോ ഈ മരണകാരണം? രണ്ടുമുണ്ട്. ഇത് ചെയ്തുകൊണ്ടാണല്ലോ. പിന്നെ നല്ല ചികിത്സ കൊടുത്തിട്ടില്ല, ബിബിലാഷ് കൊടുത്തിട്ടില്ല. ലോഡ്സിലോട്ട് കൊണ്ടുപോയി പുള്ളി അവിടെ കിടത്തിയാൽ മതിയെന്നും പറഞ്ഞ് ICU എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അത് ലോഡ്സിലെ ചികിത്സ തന്നെയാകും ജീവൻ നഷ്ടപ്പെട്ട കാരണമെന്നാണ് വിശ്വസിക്കുന്നത്. അതെ. ട്രീറ്റ്മെന്റ് കിട്ടിയിരുന്നെങ്കിൽ സഹോദരൻ ജീവിച്ചു തന്നെ, തീർച്ചയായിട്ടും. കിംസിലോട്ട് മാറ്റാനുള്ള എല്ലാ പിന്നെ ആംബുലൻസും വെന്റിലേറ്റർ വേണമെന്ന് പറഞ്ഞു, മാറ്റാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. വെന്റിലേറ്റർ സൗകര്യത്തോടു കൂടി ഞങ്ങൾ മാറ്റിക്കൊള്ളാമെന്ന് പറഞ്ഞു. ആ ബ്രദർ എന്ന് അങ്ങനെ സൗകര്യത്തോടു കൂടി മാറ്റാൻ ശ്രമിക്കുമ്പം നൈസായിട്ട് വിളിച്ച് ബില്ലടച്ചിട്ട് വരാൻ പറയും. ഇതേ ആശുപത്രിയിൽ തന്നെയാണ് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അതെ. ഞങ്ങൾക്ക് ആ നീതുവിന് നീതി കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഈ ന്യൂസ് കണ്ടപ്പം മുതൽ ഞങ്ങൾ പിന്നെ ആ ന്യൂസ് എല്ലാം കണ്ട് ഇത് തന്നെയല്ലയോ ഞങ്ങളുടെ ആങ്ങളയ്ക്ക് സംഭവിച്ചത്. കോസ്മെറ്റിക് എന്നുള്ള ആ ഒരു പിക്ചർ കണ്ടപ്പോഴാണ് പെട്ടെന്ന് ബ്രദർ വിളിച്ചു പറഞ്ഞ് ഇതുപോലെ നമ്മുടെ അനിയന് പറ്റിയതല്ലയോ നീ ന്യൂസ് നോക്കുന്നത്. അങ്ങനെ ഞാൻ എല്ലാ ന്യൂസും നോക്കിയിട്ട് സംഭവം ആ ബിബിലാഷ് ഡോക്ടർ തന്നെയാണെന്ന് പറഞ്ഞു. ഈ ഒരു 4 വർഷത്തിലേക്ക് എത്തുമ്പോഴും അമൃതരാജിന് നീതി കിട്ടാത്തൊരവസ്ഥ, അത് എന്തുകൊണ്ടായിരിക്കാം? അങ്ങനെ ഒരു ഇടപെടൽ, ഒരു ഉന്നത ബന്ധങ്ങളുടെ ഇടപെടൽ ആകുമോ? തീർച്ചയായിട്ടും ഉണ്ട്. മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ മതി. ലാസ്റ്റ് ഒരു ലൈനുണ്ട്, അത് വായിച്ചാൽ തന്നെ അറിയാം ഇവർക്ക് അപ്പെക്സ് ബോർഡിന് പോയിട്ടില്ല. അതെന്തുകൊണ്ട് പോയില്ലെന്നാണ് ഞങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ട്. അവരുടെ സംഘടന അത്രയ്ക്ക് ശക്തമാണ്. ആരെ കൊന്നാലും അവർക്ക് വിഷയമല്ല. കഴിഞ്ഞ ദിവസം ഡോക്ടർ സുൽഫി പറയുന്നത് ഞാൻ കേട്ട്, മെഡിക്കൽ നെഗ്ലിജൻസ് അല്ല, മെഡിക്കൽ ആക്സിഡൻ്റാണ്. എന്തർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ MBBS പഠിച്ചതല്ല. പക്ഷെ നമുക്കൊരു സാമാന്യ ബോധത്തിൽ
ഈ ആക്സിഡൻ്റ് ആയാൽ പോലും FIR എടുത്ത് കേസെടുക്കത്തില്ലേ? ആക്സിഡൻറ്റ്, റോഡിൽ ആക്സിഡൻറ്റ് നടന്ന സ്പോട്ടിൽ എടുക്കത്തില്ലേ ഇത് ചെയ്ത ആളെ? ഇപ്പോഴും പുള്ളി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതൊരു മെഡിക്കൽ നെഗ്ലിജൻസ് ആണെന്ന് വ്യക്തമാക്കുന്ന കൃത്യമായ രേഖകൾ നമ്മുടെ പക്കലുണ്ടെന്ന് തന്നെയാണ് നമ്മൾ അവകാശപ്പെടുന്നത്. അത് ഏത് തരത്തിലാണ്? അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അയാൾക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ല. അതാണ് മെഡിക്കൽ നെഗ്ലിജൻസ്. 18-ാം തീയതി ചെന്ന ഒരു പേഷ്യൻറ്റിനെ 19-ാം തീയതി രാവിലെ വരെ IV ഇട്ട് കിടന്നിട്ട് 19-ാം തീയതി രാവിലെ പറയുകയാണ് അദ്ദേഹം മരിച്ചുപോയെന്ന്. ഞാൻ 19-ാം തീയതി രാവിലെ അവിടെ ബഹളം ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഡിസ്ചാർജ് തരണമെന്ന് പറഞ്ഞിട്ട് പറ്റത്തില്ല, ഇപ്പം പറ്റില്ല, എടുക്കാൻ പറ്റില്ല, അങ്ങനെ ഇതിരിക്കുകയാണ്. ടൈം ഒരു 5-10 മിനിറ്റ് കൊണ്ടാണ് ICU ടു വെന്റിലേറ്റർ എന്ന വാക്ക് വരാൻ എടുത്ത സമയം. 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ 15 മിനിറ്റോ ആണ്. വെന്റിലേറ്ററിലാണെന്ന് പറയുന്ന ഒരാളെ എടുക്കാൻ പറ്റില്ല, ശരിയെങ്കിൽ നിങ്ങൾ തന്നോളൂ, ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അതവർ ചെയ്തില്ല. പിന്നീടുള്ള മാറ്റങ്ങൾ, അതായത് ഈ അവരുടെ ഇടപെടലുകൾ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ആക്സിഡൻറ്റ്, നമ്മൾ റോഡിൽ ഒരു പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യുന്ന കെയർലെസ് ആയിട്ട് ക്രോസ് ചെയ്ത് ഒരു വണ്ടി ഇടിച്ചാൽ അപ്പം FIR ഇട്ട് കേസെടുക്കും. ആ കേസ് എടുക്കുന്നത് അതും ആക്സിഡൻ്റാണ്. ഈ ഡോക്ടർ പറഞ്ഞ ഇതും ആക്സിഡൻ്റാണ്. അതേ രീതിയിൽ FIR ഇട്ട് ആ ഡോക്ടറിനെ വണ്ടി ഓടിക്കുന്ന ആൾക്കെതിരെയാണ് അപ്പോഴും കേസ് വരുന്നത്. ട്രീറ്റ്മെൻറ്റിൽ ഇയാൾക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ 360 ഡിഗ്രിയാണ് അബ്ഡോമിനൽ സർജറി ചെയ്തിരിക്കുന്നത്. അത് അയാൾ വ്യക്തമായിട്ട്, ഞാൻ പറഞ്ഞ വാക്കല്ല, ഡോക്ടർ ബിബിലേഷ് പറഞ്ഞ വാക്കാണ്. 8 ലിറ്റർ കൊഴുപ്പെടുത്തുന്നത്. എനിക്കറിയില്ല, മെഡിക്കൽ വിദഗ്ധന്മാർ പറയട്ടെ, ഒരാളുടെ ബോഡിയിൽ നിന്ന് 8 ലിറ്റർ കൊഴുപ്പെടുത്താൽ അയാൾ സർവൈവ് ചെയ്യുമോ? അത് അവർ പറയണം. അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പെരിട്രോണിറ്റീസ് കൊണ്ടാണ്. പെരിട്രോണിറ്റീസ് എന്ന വാക്കിൻ്റെ അർത്ഥം, അതായത് ഈ ഇൻഫ്ലമേഷൻ, അയാളുടെ അബ്ഡോമിനലിലുള്ള ഇൻഫ്ലമേഷൻ, പെരിട്ടോണിയത്തിലുള്ള ഇൻഫ്ലമേഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? ബാക്ടീരിയയോ ഫംഗൽ ഇൻഫെക്ഷനോ ആണ്. അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അത് അബ്ഡോമിനൽ സർജറി കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഈ സർജറി പ്രോപ്പറല്ല. ഇപ്പോൾ കോസ് ഓഫ് ഡെത്ത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പെരിട്ടോണിറ്റിസ് കാരണമാകാം. പിന്നെ ഇത് ആരാ പറയേണ്ടത്? ഇയാൾ ഇങ്ങനെയാണ് മരിച്ചതെന്ന് ആരാണ് പറയേണ്ടത്? അവിടെയാണ് അതിൻ്റെ പ്രശ്നം. ഇത് ഡോക്ടേഴ്സ് അവരെങ്ങനെയായാലും മറ്റൊരു ഡോക്ടറെ വിട്ട് പറയില്ല. ആ ഓഫീസർക്ക് അപ്പെക്സിൽ കൊടുക്കാമായിരുന്നു. ആ ഓഫീസർക്ക് ഈസിയായിട്ട് അപ്പെക്സിൽ കൊടുക്കാമായിരുന്നു. ഇത് എനിക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സംശയം, ഞാൻ പറഞ്ഞു, എന്നോട് ആ റിപ്പോർട്ട് സൈൻ ചെയ്ത് വാങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ സൈൻ ചെയ്ത് വാങ്ങില്ല, സാറിനത് മേളിൽ പോകാമല്ലോ എന്ന് പറയുമ്പോൾ ആ ഓഫീസർ പറയുന്നത് അങ്ങനെയല്ല. ആ ഓഫീസർ അന്വേഷിച്ച പോലും ഇല്ല ഇതിന് ലൈസൻസ് ഉണ്ടോ. ആ കേസ് എടുത്ത് അന്വേഷിച്ച ഓഫീസർക്ക് വളരെ സിമ്പിളായിട്ട്, ശരി ഇപ്പം അന്വേഷിച്ചല്ലോ ഈ ക്ലിനിക്കിന്, ഈ ഹോസ്പിറ്റലിന് ലൈസൻസ് ഉണ്ടായിരുന്നു എന്ന്. 2021 ഏപ്രിൽ മാസം ഈ കോസ്മെറ്റിക് ക്ലിനിക്കിന് ലൈസൻസ് ഉണ്ടാവില്ല, ഇനിയായിട്ട് ലൈസൻസ് കിട്ടത്തുമില്ല. ഈ നീതുവിന്റെ സംഭവം ഉണ്ടായതിനു ശേഷമാണ് ഇതിൽ ഇടപെടലുകൾ ശക്തമായി തുടങ്ങിയത്. അന്ന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇടപെടലുകൾ ഉണ്ടാകാതിരുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അന്ന് അമൃതരാജിന്റെ കേസിൽ ഇത്രയും ഒരു ഇടപെടലുകൾ കാര്യക്ഷമമാകാതിരുന്നത്? അല്ല, അന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആ ഓഫീസറെ വിശ്വാസമാണ്. എൻ്റെ വീട്ടിലും ഓഫീസേഴ്സ് ഉണ്ട്, ലോ ആൻഡ് ഓർഡറിലുള്ള ഓഫീസേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഒരു പ്രൊസീജിയറാണ്. ആ ഓഫീസർക്ക് അവിടെ വിളിച്ച് ചോദിക്കാനേ പറ്റുള്ളൂ. മെഡിക്കൽ ബോർഡ് കൂടണമെങ്കിൽ ഇപ്പോൾ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ് എനിക്ക് നാളെ കിട്ടണമെന്ന് പറഞ്ഞ മെഡിക്കൽ ബോർഡ് കൂടത്തില്ല. എന്നെ അങ്ങനെയാണ് ആ ഓഫീസർ മനസ്സിലാക്കിയത്. അതാ ഡോക്ടേഴ്സ് അവരുടെ സൗകര്യത്തിനനുസരിച്ച് മെഡിക്കൽ ബോർഡ് കൂടും. അതെടുക്കാനെടുത്ത സമയം 3 വർഷമാണ്. 3 വർഷം കഴിഞ്ഞിട്ടും ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന്. നമ്മൾ വിചാരിക്കുന്ന ഒരു സാധാരണക്കാരന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൽ അവർ നിശ്ചയിക്കുന്ന ലൈനിൽ കൂടെ തന്നെ അത് പോകും. ഇപ്പം പോലും ബിബിലേഷ് എന്ന് പറയുന്ന ഡോക്ടർ അല്ലെങ്കിൽ ആ കുറ്റവാളി അയാൾ വെളിയിലാണ്. നീതുവിൻ്റെ കേസിൽ ഇപ്പോൾ ആ നീതുവിൻ്റെ കേസിലെങ്കിലും നീതി കിട്ടണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ വരുന്നത്. കാരണം ഒരു പ്രിൻസ് ഈ കേസിൽ അമൃതരാജിന്റെ കുടുംബം ഏത് രീതിയിലാണ് നിയമപരമായി മുന്നേറാൻ ഉദ്ദേശിക്കുന്നത്? ഈ നീതുവിന്റെ കേസിൽ കക്ഷി ചേരാനാണോ, അതോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ, തുടരന്വേഷണം ആവശ്യപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ? 1 തുടരന്വേഷണം ആവശ്യപ്പെടും. 2 നമ്മൾ നമ്മുടെ വക്കീലുമായിട്ട് ആലോചിച്ച് അതിൽ കക്ഷി ചേരണമെങ്കിൽ അങ്ങനെ ചേരും. അതല്ല സെപ്പറേറ്റ് കേസാണെങ്കിൽ സെപ്പറേറ്റ് കേസായിട്ട് തന്നെ പോകും. കാരണം ഇനിയെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം. ഇനി ഒരാൾക്കത് വരരുത്, ഒരു നീതുവിനോ ഒരു അമൃതരാജോ ഇനി ഉണ്ടാവരുത്. കാരണം നിങ്ങൾ കണ്ടില്ലേ എൻ്റെ അമ്മയുടെ ദുഃഖം, അതുപോലല്ലേ നീതുവിൻ്റെ അമ്മയ്ക്കും ഉണ്ടായത്.
അതുപോലെ XYZ ആരെങ്കിലും ഉണ്ടാവും. ഏറ്റവും വലിയ തമാശ, ഈ ഹോസ്പിറ്റലിൽ എത്ര പേഷ്യൻസിനെ ഇയാൾ ചികിത്സിച്ചിട്ടുണ്ട്, അവർ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ ഇത്തരം സർജറികൾ അവിടെ നടത്തിയിട്ടുണ്ടോ? ഈ 2021 ഈ ക്ലിനിക്കിന് ഒരു സർജറി നടത്താനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നു. എങ്ങനെയാണ് മെഡിക്കൽ ഇവർക്ക് ലൈസൻസ് കൊടുക്കുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റ് സംതിങ്, എനിക്കറിയില്ല ആ പേര്, അവരത് ലൈസൻസ് കൊടുത്തെങ്കിൽ മാത്രമേ കോർപ്പറേഷൻ ലൈസൻസ് കൊടുക്കുള്ളൂ. ഒരു പഞ്ചായത്ത് ലൈസൻസ് അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ലൈസൻസ് വേണേൽ അതിന് അനുബന്ധമായി എന്തെല്ലാം ലൈസൻസ് വേണം ഒരു സാധാരണ ഇതിന് വേണ്ട. നമ്മളൊരു കട തുടങ്ങണമെങ്കിൽ തന്നെ ഇപ്പം ഹരിത കർമ്മസേനയുടെ പേപ്പേഴ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ പേപ്പേഴ്സ് ഉണ്ടായിരിക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നുമില്ലാതെ ഒരാൾ ചുമ്മാ ഒരു ക്ലിനിക്ക് ഇട്ടിട്ട് ഒരു പരസ്യം ചെയ്ത് ആൾക്കാരെ ചെയ്യാൻ പറ്റുള്ള ചെന്ന് ചാടുകയാണ് അവിടെ. ഇത്തരം ആശുപത്രികളിൽ ശസ്ത്രക്രിയ പാടില്ല എന്ന്, ഇത്തരം ക്ലിനിക്കുകളിൽ ശസ്ത്രക്രിയ പാടില്ല എന്നുള്ളൊരു നിയമം നിലനിൽക്കെയാണ് പലരും ഇതിലേക്ക് ചെന്ന് ചാടുന്നത്. ഇത് ആർക്കും അറിയില്ല. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ മാർക്കറ്റിംഗ് ട്രെൻഡ്. ബിബിലേഷ് പറയുന്നത് ജസ്റ്റ് ഒരു 1 hour 2 hour, നിങ്ങളൊരു 2 മണിക്കൂർ നിങ്ങൾ വേദന ഒന്ന് സഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഇവിടുത്തെ സിനിമ ആക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ നിങ്ങൾക്ക് വളരെയധികം ശ്രദ്ധിക്കപ്പെടാം. ഇതൊക്കെയാണ് ആളുകളോട് പറയുന്നത്. അത് മാത്രമല്ല, നമ്മളൊരു ഫോൺ കോൾ ചെയ്താൽ മതി അവരെ, പിന്നെ നമ്മൾ ഉറങ്ങാൻ അവർ സമ്മതിക്കില്ല. അത്രയ്ക്ക് ഫോളോ അപ്പാണ്. നമ്മൾ അവിടെ എത്തുന്നത് വരെ 2,40,000 രൂപ കൊടുത്തതിൻ്റെ റെസിപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അവർ തുടങ്ങിയത് 3.5 ലക്ഷം രൂപയോ സംതിങ് എങ്ങാണ്ടാണ്. അതിലൊരു ഡിസ്കൗണ്ട്. അപ്പോൾ ഈ ഡിസ്കൗണ്ട് കേൾക്കുമ്പോഴാണ് ആളുകൾ കുറേ കൂടെ വീഴുന്നത്. കുഴപ്പമില്ല നമുക്ക്. അത് ഈ അമൃതരാജിൻ്റെ കേസിൽ അമൃതരാജിൻ്റെ ഞങ്ങളുടെ ആരുടെയും കൺസേൺ ഇല്ല, സൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല. അമൃതരാജ് തന്നെ അമൃതരാജിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി. കാരണം ഫ്രണ്ട്സ് അവർക്കറിയില്ല, അവർ അമൃതരാജിനെ നോർമലി എൻ്റെ ഫ്രണ്ടാണെങ്കിലും ഞാൻ വിളിച്ചാൽ എൻ്റെ കൂടെ വരും. അതിനപ്പുറം അവർക്കില്ല. വീട്ടുകാരുടെ സമ്മതം ഉണ്ടായിരുന്നോ ഇല്ലയോ അവരന്വേഷിക്കട്ടെ. ഞങ്ങൾ എവിടെയെങ്കിലും ഒപ്പിട്ട് കൊടുത്തിട്ടൊന്ന് അന്വേഷിക്കട്ടെ, അല്ലെങ്കിൽ അവൻ്റെ വൈഫ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ. ഇല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ഒപ്പിട്ട് കൊടുത്തില്ല. അപ്പോൾ അത്രത്തോളം ഞങ്ങൾക്ക്, അല്ലെങ്കിൽ അവൻ്റെ വൈഫിന്, ആ കുട്ടി ഇപ്പം ജോലി ചെയ്യണം, വേറൊരു മാർഗവുമില്ല. അതൊരു പ്രൈവറ്റ് ഫാമിൽ ജോലി ചെയ്യണം. അതിനൊരു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ 6 ദിവസം അതിന് ശമ്പളം കിട്ടില്ല. പിന്നെ ഇതെങ്ങനെ പോവും? അത് ഞങ്ങൾ കരുതിയത് ഇതൊരു അങ്ങനെ ആയിരിക്കാം, അല്ലെ ഇങ്ങനെ ആയിരിക്കാം. നീതുവിൻ്റെ കേസ് വന്നപ്പോഴാണ് ഞാനിത് വീണ്ടും റീചെക്ക് ചെയ്യാൻ തുടങ്ങിയത്. അതായത് ഈ വരികളിലൂടെ അവൻ്റെ കോസ് ഓഫ് ഡെത്ത് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ ഈസിയാണ്. അത് വായിച്ച ഏതൊരാൾക്കും മനസ്സിലാവും. അത് ഈ മെഡിക്കൽ ടേംസ് വളരെ എഴുതി അങ്ങ് പോവുകയാണ്. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയല്ല ഡോക്ടേഴ്സിൻ്റെ ടേംസ്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ അത് റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എന്തുകൊണ്ട് മരണത്തിനകത്ത് നയിച്ചത് അവർ പറയുന്ന കോസ് ഓഫ് ഡെത്ത് ഈസ് ഹാർട്ട് അറ്റാക്ക്. മോഡ് ഓഫ് ഡെത്ത് വേറെ രീതിയാണ്. ആ മോഡ് ഓഫ് ഡെത്തിനുണ്ടായ കാരണം നെഗ്ലിജൻസ് ആണോ, അല്ലെ സർജറിയിലെ പിഴവാണോ എന്ന് ആര് പറയണം? ഞാൻ ഡോക്ടറല്ല. ഞാൻ പഠിച്ചത് വെച്ചിട്ട്, നമുക്ക് മനസ്സിലാക്കിയത് വെച്ചിട്ട് ഇങ്ങനെയും നമുക്ക് അറിയുള്ളൂ. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾ വിടില്ല. ഞങ്ങൾ ഉറപ്പായിട്ടും അത് റീഇൻവെസ്റ്റിഗേഷന് പോവും. CM-നെ കാണും, ഹെൽത്ത് മിനിസ്റ്ററെ കാണണം. ആരോഗ്യവകുപ്പിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? അന്വേഷണം എന്തെങ്കിലും? അത് എനിക്കറിയില്ല. ആരോഗ്യവകുപ്പിൽ ഇനി മിനിസ്റ്ററെ ചെന്ന് കണ്ട് ഞങ്ങളുടെ പ്രശ്നം, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇത് കൃത്യമായി ഇത് ചെയ്തില്ല. എനിക്ക് ആരോഗ്യവകുപ്പിന് എനിക്കറിയേണ്ട, അതായത് ഇയാൾക്ക് ഇതിന് ലൈസൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ സർജറി ചെയ്യാൻ. ഇതുപോലൊരു ചെറിയൊരു വീടാണ്, ആ വീടിൻ്റെ മുകളിലാണ് ഇതൊക്കെ നടത്തിയെന്ന് പറയുന്നു. അങ്ങനെ ഒരു സ്ഥാപനത്തിന് ഇത്രയധികം 360 ഡിഗ്രി സർജറി ചെയ്തു എന്നാണ് പിന്നെ ഞാൻ മനസ്സിലാക്കിയത്. അവരുടെ ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതിയിരിക്കുന്നത്. ഇത്രയുമൊക്കെ എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് അവരെടുത്തിരിക്കണം. കാരണം ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ 8 ലിറ്റർ കൊഴുപ്പെടുത്തു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ നേരെ നിൽക്കുമെന്ന് പോലും ആ ഡോക്ടർ മനസ്സിലാക്കണ്ടേ? അങ്ങനെയുള്ള ഒന്നുമില്ല, പറഞ്ഞങ്ങ് വിടുകയാണ്. കഞ്ഞവെള്ളം കുടിച്ചോളൂ എന്നാണ് പറയുന്നത്. നീതുവിനോടും പറഞ്ഞത് ഉപ്പിട്ട കഞ്ഞവെള്ളം കുടിച്ചോളാൻ. അത് ഞാൻ പുതിയൊരു അറിവാണ്. ഉപ്പിട്ട കഞ്ഞവെള്ളം, അത് ക്ഷീണം, ഈ വേദനയൊക്കെ മാറും, ക്ഷീണം മാറും എന്നാണ് പറയുന്നത്. അമൃതരാജിന്റെ മരണത്തിൽ നിരവധി ദുരൂഹതകളാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഒപ്പം തന്നെ മികച്ച ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ അമൃതരാജ് ജീവിച്ചിരുന്നേനെ എന്ന് തന്നെയാണ് സഹോദരങ്ങളും അമ്മയും ഒക്കെ പറയുന്നത്. ക്യാമറമാൻ അരുൺ SR-നൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര.